ഹലോ, രാവിലെ തന്നെ വിളിച്ചായല്ലോ പറഞ്ഞിട്ട് നമ്മുടെ വിഷ്ണുമോൻ ട്യൂഷന് പോകാൻ തയ്യാറായി നിൽക്കുക. ഞങ്ങൾക്ക് വേണ്ടി പോണതാണ്, വലിയ താല്പര്യമൊന്നുമില്ല. സൈക്കിൾ ചവിട്ടി പോകണ്ടേ എന്നുള്ള കരച്ചിലിൽ അവസാനം കോംപ്രമൈസായി നമ്മുടെ പ്രിയമ്മ കൊണ്ടാക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, കൊണ്ടാക്കാൻ പോവുകയാണ്. അതിനുശേഷം ഇതാണ് ഞങ്ങളുടെ അടുക്കള വിശേഷം. ചോറ് റെഡി, രാവിലെ തന്നെ ചോറ് റെഡി, കൂട്ടാൻ, ഉപ്പേരി, ബ്രേക്ക്ഫാസ്റ്റ്, ദോശ എല്ലാം റെഡി. കിച്ചൺ ഫുൾ സെറ്റായി. അതിനുശേഷം ഞങ്ങളുടെ അച്ഛൻ കണക്ക് നോക്കുകയാണ് കേട്ടോ. പലചരക്ക് കടയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളായിട്ട് കണക്കായിട്ട് ഒത്തു നോക്കുകയാണ് എന്തൊക്കെയായിരുന്നു. നമ്മുടെ വിഷ്ണുമോനും രുദ്രമോളും കൂടിയിട്ട് മുത്തച്ഛനെ ഹെൽപ്പ് ചെയ്യുകയാണ്. വിഷ്ണുമോൻ അതിൻ്റെ ഇടയിൽ കൂടെ 2 ടാസ്ക് ഒരുമിച്ച് ചെയ്യുക. മൊബൈൽ നോക്കലും അതിൻ്റെ ഇടയിൽ കൂടെ അവൻ സാധനങ്ങൾ എടുത്ത് വയ്ക്കണം. അവൻ കഷ്ടപ്പെട്ടിട്ടാണ് അവൻ്റെ ഈ മൊബൈൽ നോക്കണ സമയം നീക്കി വെച്ച് അവൻ ഈ ടാസ്കിന് മുത്തച്ഛനെ സഹായിക്കാനായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഫ്രിഡ്ജിൽ സാധനങ്ങൾ വയ്ക്കുകയെന്ന്. ഒരിക്കലും അല്ല സുഹൃത്തുക്കളെ. അത് ഞങ്ങൾ പഴയ ഫ്രിഡ്ജിൽ ഞങ്ങൾ സെറ്റ് ചെയ്യാണ് സാധനങ്ങൾ. അച്ഛൻ്റെ ഐഡിയ ആണ്. ഞങ്ങളൊരു സാധനങ്ങളും വേസ്റ്റ് ചെയ്യില്ല. ബാക്കിയുള്ള സാധനങ്ങൾ ഞങ്ങൾ കിച്ചണിൽ വയ്ക്കാൻ പോവുകയാണ്. ക്യാമറ കണ്ട കാരണം എൻ്റെ കുട്ടികൾ ചട്ടപ്പെട്ടാണെന്ന് പണി ചെയ്യുകയാണ്. അപ്പോൾ അതാണ് പ്രത്യേക ടെക്നിക്ക്. ഈ മൊബൈൽ പിടിച്ച് ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർ പേടിച്ചിട്ട് പണി ചെയ്യും. യൂട്യൂബിലിടല്ലോ അമ്മ എന്നും പറഞ്ഞിട്ട്. അതിന് ശേഷം നമ്മുടെ പുഷ്പൻ ഞങ്ങളുടെ പൂച്ചയാണ് കേട്ടോ. അകത്ത് കയറാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ്. മൂക്കൊണ്ട് സാധാരണ തട്ടി തുറന്ന് ഉള്ളിലേക്ക് വരാറാ പതിവ്. കുറേ ശ്രമിച്ചു. പിന്നെ പുഷ്പനും ക്യാമറ കണ്ടോടുകൂടി പുഷ്പനും അത് വേണ്ടാന്ന് വെച്ച്, ട്രോൾ കിട്ടണ്ടെന്ന് വെച്ചിട്ട് പുഷ്പനും അത് വേണ്ടാന്ന് വെച്ച് പോയി. അപ്പോഴേക്കും ഉച്ചയായി. ഉച്ചക്കലത്തെ ഭക്ഷണം, ചോറ്, എന്തോ ഒരു കൂട്ടാൻ, പപ്പടം. പുഷ്പനും ചോറിനാൻ വന്നിരിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിൽ വിഷ്ണുവൻ പപ്പടം ആസ്വദിച്ച് കഴിക്കുകയാണ്. അമ്മ അപ്പോഴേക്കും എനിക്ക് കൊണ്ടുപോകാനുള്ള പൊടിയൊക്കെ റെഡിയാക്കുകയാണ്. പൊടി റെഡിയാക്കി അത് തണുപ്പിക്കുകയാണ്. എൻ്റെ അമ്മ സെറ്റാക്കുകയാണ്. അപ്പുറത്തേക്ക് അച്ഛൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാനും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇന്നെന്തായിരുന്നു ചക്കയാണ് കേട്ടോ. ചക്കലശ്ശേരിയാണ് ഇന്നത്തെ. അച്ഛൻ അടിച്ച് വീശുന്ന ചക്ക ആസ്വദിച്ച് കഴിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അത് അച്ഛന് അമ്മ തൈര് ഒഴിച്ച് കൊടുത്തത് എൻ്റെ ക്യാമറ വൈഭവം കൊണ്ടുണ്ടായ സംഭവമാണത്. സന്ധ്യയായി. ഞങ്ങളുടെ നാണപ്പന് ഭക്ഷണം കൊടുത്താണ് ഞങ്ങൾ. അതിന് 5 കൊല്ലം പഴക്കമുള്ള വട കൊടുത്തതിന് ചേട്ടൻ തിരിച്ചു വന്നാണ് നിങ്ങൾ കണ്ടത്. ഇതാണ് ഞങ്ങളുടെ ഭാഗം. അതെ, സന്ധ്യയായി. എൻ്റെ രുദ്ര മതിലിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഇതെൻ്റെ ചേട്ടൻ്റെ വീടാണ്. ഇത് കൗസല്യയുടെ വീടാണ്. ഇത് ഞങ്ങളുടെ ഭാര്യയാണ്. ഞങ്ങളുടെ നാണപ്പൻ ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ഗാനം ഞാൻ ആലപിച്ചു നാണപ്പന് വേണ്ടി. നാണപ്പൻ സന്ധ്യയായി. വിളക്ക് കൊളുത്തി കഴിഞ്ഞു.